ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്റ്റോറിയിൽ എന്നെ മെൻഷൻ ചെയ്ത് വിട്ടിരിക്കുകയാണ്. പേർലി മാണി ഷോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻറ്റിനകത്ത് കുറച്ച് വൃത്തികെട്ട ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, നിങ്ങളാരും ഇതിൽ പ്രതികരിക്കാനില്ലേ പ്രതികാരികളെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഞാൻ നോക്കിയതെങ്കിൽ ഇത് എന്തുവാടേ ഇത്. ഞാൻ നേരെ യൂട്യൂബിൽ കയറി അങ്ങനെ നോക്കിയ സമയത്ത് കുറച്ച് ചാനലുകളിലൊക്കെ ഈ ഒരു കോണ്ടൻറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പേർലി മാണി ഷോ ഞാൻ അധികം ഓൾമോസ്റ്റ് എല്ലാം കാണാറുണ്ട്, ഫണ്ണാണ്, രസമാണ്. അപ്പോൾ എന്താണെങ്കിലും പേർലി മാണി ഷോയിൽ ഇപ്രാവശ്യം എന്താ സംഭവിച്ചത് നോക്കുന്ന സമയത്ത് അജു വർഗീസും നീരജ് മാധവും ഒക്കെ അവരുടെ ഒരു വെബ് സീരീസിൻ്റെ പരിപാടി പ്രമോഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിലേക്കാണ് ആദ്യം പോയത്. ഈ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും വോൾക്കാനിക് ഇറപ്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അവിടെ പോയിക്കാൻ പകുതി ആരെയും കിട്ടൂല. അപ്പോൾ അരി മേടിക്കാൻ പോകുമ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് give time for the guest to speak also. It's very irritating when Pearly interferes. Okay. Pearly, let them complete please. In every interview you are like this. Okay. Pearly Moni always Srini blah blah blah. In all her interview she interrupt others talk. Guests have no space to speak. Her show name is well proven. It's only about Pearly Mani. Sure. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് കുറച്ചു കാലം മുമ്പ് വരെ പേളിയുടെ സംസാരം കേൾക്കണം, പേളി മാണിയുടെ ശബ്ദം കേൾക്കണം, പേളി പറയുന്നത് കേൾക്കണം, പേളിയെ കണ്ടുപിടിക്കുക, പേളിയുടെ ഷോ. ഇപ്പം ഇത് ഇറിറ്റേറ്റിംഗ് ആയല്ലേ. ഹൗ ടൈം ഫ്ലൈസ്, ഇങ്ങനെ പറന്നു പോകുന്നു സമയം എന്നുള്ളതാണ്. പിന്നെ ഇതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ പേളിക്കിട്ടൊരു കൊട്ടും കൊട്ടിയിരിക്കുകയാണ് നമ്മുടെ അജു വർഗീസ്. അജു ഐ ഫെൽറ്റ് ലൈക്ക് ഭയങ്കര ഒരു മെയിൽ ഷോവിനിസ്റ്റിക്. ഹീ ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ, ഹീ ഈസ് ജസ്റ്റ് ബാഡ്. Like his intentions are right, അതായത് in his mind he thinks he is right. അദ്ദേഹത്തിന് അത് കറക്റ്റ് ആണ്, അദ്ദേഹത്തിന് പക്ഷെ അയാൾ ഒരു ചീത്ത ആളാണ്. ടോക്സിക് ട്രേറ്റ്സ് ഉണ്ട്, പക്ഷെ ഉള്ളിൽ നന്മയുണ്ട്. ഒരു ആനിമൽ. ഓ അതെങ്ങനെയുണ്ട്? ഞാനിപ്പോ അത് ആലോചിച്ചോണ്ടിരുന്നത്. അതായത് ഈ പേളിയുടെ ഷോയിൽ വന്ന ഒരു ഗുണമുണ്ട്, നമുക്ക് സംസാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. ചമ്മി പോയിട്ടാണ് പേളി എൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് അത് നൈസായിട്ട് അവിടെ എന്ത് ചെയ്ത് അടപ്പിട്ട് മൂടി വെച്ച്. സംഗതി അജു വർഗീസിൻ്റെ ഐഡിയ അതൊന്നും റെഡിയായിരുന്നു അത്. അപ്പം അങ്ങനെ ആ കമൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഞാൻ കുറച്ചും കൂടി താഴെ പോയി നോക്കിയത്. അപ്പോഴാണ് എന്നെ അവിടെ മെൻഷൻ ചെയ്ത സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോമൻറ്റ്സ് കാണാൻ കഴിഞ്ഞത്. പ്ലീസ് യൂസ് റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ്. മെനി പീപ്പിൾ ഇൻക്ലൂഡിങ് കിഡ്സ് ആൻഡ് എൽഡേഴ്സ് വാച്ച് യുവർ കോണ്ടന്റ്. യൂസിങ് inappropriate words or dark humor can set a bad example. Focus on creating content that is responsible and positive rather than just aiming for more views. At the rate of Pearly Mani. Why having a double meaning talk on the show? That is for public viewership. Also allow your guest to speak. Don't interrupt them. Pearly, please വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വ്യഭിചരിക്കുകയല്ല, വിഭജിക്കുകയാണ്. ദിസ് ഈസ് നോട്ട് ഫൺ അറ്റ് ഓൾ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്കിലും ഈ പാർട്ട് എഡിറ്റ് ചെയ്യാം ആയിരുന്നു. അപ്പം ഇനി മനസ്സിലായി സംതിങ് ഡെയർ. പോയി നോക്കാം. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ യെസ് ഐ ലവ്ഡ് ഇറ്റ്. ആ ഫസ്റ്റ് തന്നെ ആ ബാത്റൂമിൽ ഇരിക്കുന്ന സീൻ, വാവ്. അതായത് ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ന്യൂഡിറ്റി വന്നു. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അജു ചേട്ടന്റെ എന്താ പറയാ ഒരു ന്യൂഡ് സീൻ കാണാം? എന്റെ പൊന്ന് പേർലി അടങ്ങിയിരിക്കും. പക്ഷെ പൂർണ്ണമായിട്ട് ന്യൂഡല്ല. ഒരു ചേട്ടന്റെ ഫോണിങ് എടുത്തേ. ഫോണോ എന്താ? ആ ഫോൺ അവിടെ മാറ്റി വെച്ചേ. അത് ഡെറ്റോളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. ടോയ്ലറ്റാ. അതൊക്കെ നിങ്ങളിപ്പോ പറയുന്നു, ഞാൻ വിശ്വസിക്കൂല. അത് അത്ര നാച്ചുറൽ ആയിട്ട് ചെയ്തത്. പിന്നെ പക്ഷെ ആര് വിളിച്ചപ്പോഴത് വീണത് ഈ മുഖം. അതെ, അതായിരുന്നു ഈ കഥയുടെ തുടക്കം അല്ലേ? ഇതെല്ലാത്തിനും കാരണം ആ കുളിയാണ്. കുളി അല്ലായിരുന്നുള്ളത്. നമുക്ക് ടോപ്പിക്ക് മാറ്റാം. ശരിക്കും ആ സീൻ ചെയ്തപ്പോ നാണം വന്നില്ലേ? പറഞ്ഞപ്പോ ഒന്നും ബോധർ ചെയ്തില്ല, പക്ഷെ ചെയ്യാൻ പോയി നിന്ന് കഴിഞ്ഞപ്പം ഇപ്പൊ ഇവന്റെ പോലത്തേക്ക് ബോഡിയൊക്കെ ആണെങ്കിൽ ഓക്കെ, അത്യാവശ്യം ഇത്രയെങ്കിലും ആണെങ്കിൽ ഇത് ഞാൻ പോയി പ്ലേ ബാക്ക് കണ്ടപ്പം ആ സീൻ നിങ്ങളത് കാണാണ്ട് തുടക്കത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ വെബ് സീരീസിന്റെ തുടക്കത്തിൽ അജു വർഗീസിന്റെ ഒരു സീൻ കാണിക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നർ മീനിങ്സ് ഉണ്ടോ,
ആ ഒരു ഗ്രേ ഷാഡോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ദെയർ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പേളിമാണിയുടെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നത് ഫാമിലി, മദർ, കുട്ടികൾ, ആ ഒരു ആസ്പെക്റ്റുള്ള അതാണ്. ഓക്കെ, ഇനിയിപ്പോൾ പേളിമാണി ഷോയുടെ ഒരു വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാലും സായി പല്ലവിയായിട്ടുള്ള ഇൻ്റർവ്യൂ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കുറച്ചും കൂടി എന്താ പറയുക, ഒരു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി മെച്ചുവേർഡായിട്ടുള്ള ഒരു ക്രൗഡ് ചിലപ്പോൾ എൻജോയ് ചെയ്യുന്ന ഒരു തരം കോണ്ടൻറ് ക്രിയേഷനും അങ്ങനത്തെ ഒരു രീതിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പേളി ഭയങ്കര ഫണ്ണാണ്, ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഫണ്ണാക്കി, നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആക്കി കൊണ്ടുപോകുന്ന ഒരാളാണ്. മേ ബി എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ ഒരു വെബ് സീരീസിൻ്റെ ഈ ഒരു സീനും അല്ലെങ്കിൽ വെബ് സീരീസിൻ്റെ മൊത്തത്തിലുള്ളൊരു സംസാരം വരുന്ന സമയത്ത് അതിനകത്തുള്ള കുറേ കാര്യങ്ങളും കൂടി ഇമ്പാക്റ്റ് ആകുമ്പോഴായിരിക്കും മേ ബി. പിന്നെ ഒരു വൈബുള്ള ആൾക്കാരാണ് അജു, ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക പേളിമാണി, പിന്നെ നീരജ് മാധവ്. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരുടെ കോമ്പോനകത്ത് വന്നപ്പോൾ ഉള്ള ഒരു സംസാരത്തിൻ്റെതായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇതൊക്കെ ഓക്കെയാണ്. ഇതൊന്നും ഒരു വിഷയമുള്ള കേസായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല. ഇപ്പം ഈ കാണിച്ച ക്ലിപ്പിനകത്തൊന്നും ഈ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങോട്ട് ഇരുത്തി എന്താ നീ പറഞ്ഞെന്നുള്ള ചോദ്യം ചോദിക്കാൻ മാത്രമുള്ള എലമെൻറ്റുകളോ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഒരു ഓക്കെ കാഷ്വൽ തിങ്, ആ ഒരു സാധനമായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് ചിലപ്പോൾ ആ ഒരു പ്രൊമോഷൻ പാറ്റേൺ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു സംഗതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി വരുത്താൻ വേണ്ടി വെച്ചൊരു സംഗതി മാത്രമായിട്ടാണ് ഇതെനിക്ക് തോന്നിയത്. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്ലിപ്പ്. ആൻഡ് ഐ തിങ്ക് വെബ് സീരീസിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഐ എം മോർ ഇൻ ടു വെബ് സീരീസ് OTT വന്നതിന് ശേഷം, ബിക്കോസ് വെബ് സീരീസിൽ ഒരു ക്യാരക്ടറിനെ ഡെപ്തിൽ കാണാൻ പറ്റും. വേറെ സിനിമയിലൊക്കെ അത് പെട്ടെന്ന് തീർക്കും അവർ, പക്ഷെ വെബ് സീരീസിലാണ് ഓരോ ക്യാരക്ടറിനെയും മൈന്യൂട്ടായിട്ട് അവരുടെ ഡീറ്റെയിലിംഗ് കിട്ടുക. അപ്പം നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനായിട്ടും അറ്റാച്ച്ഡ് ആവും. ചിലർക്ക് ചില ക്യാരക്ടേഴ്സിനായിരിക്കും ഫേവറേറ്റ് ആവുന്നത്. അതെ, ഇപ്പം ഡീകപ്പിൾഡ് എന്ന് പറഞ്ഞ ഞാൻ കൊറിയൻ ഡ്രാമയാ സത്യം പറഞ്ഞാൽ ആണല്ലേ. ഇതിന്റെ ആ കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താണെന്നറിയോ, അവരൊരു 2 പേര് ലവിലായിരിക്കും, അവർ ലവ് ആവും, പക്ഷെ ഒരു 10ാമത്തെ എപ്പിസോഡ് വരെ ഒരു കിസ്സിങ് സീൻ പോലും ഉണ്ടാവില്ല. കിസ്സിന് വേണ്ടിയാണോ ഇത് കാണുന്നത്? അല്ല, കാണാൻ പറ്റിയ വേറെ സാധനങ്ങളുണ്ട്. അതല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ 2 പേര് ലവിലാ, അപ്പൊ ആ പെണ്ണിങ്ങനെ വീഴും, ഇങ്ങനെ പറഞ്ഞിട്ട് പാട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പൊ കിസ് ചെയ്യും. ഇത് 3ാമത്തെ എപ്പിസോഡാണെങ്കിൽ എനിക്കറിയാം കിസ് ഇപ്പൊ വരൂല, അപ്പൊ ഇതുവരെ വരും. അപ്പൊ ഒരു അപ്പാപ്പം വരും, അപ്പൊ അവര് ഇങ്ങനെ മാറിപ്പോവും. അതിന്റെ 10ാമത്തെ സീനിൽ കറക്റ്റ് കിസ് ചെയ്യുമ്പോൾ നിരുബേബി വന്നിട്ട് പറയാം എനിക്ക് അപ്പി ഇടണം. അപ്പൊ ആ മൂഡ് പോയിരുന്നു. പേടിക്കണ്ട, ഞങ്ങളുടെ സീരീസിൽ 4ാമത്തെ എപ്പിസോഡിൽ കിസ് ഉണ്ട്. വേണ്ട, ഇതൊന്നും വേണ്ട, ഞാൻ നിർത്തി, ഞാൻ അങ്ങോട്ടേ പോണില്ല ഞാൻ. ഓക്കെ ഗൈസ്, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ 2 പേരും നീരജ് കാല് വെച്ചിട്ട് നീരജ് ഇങ്ങനെ പതുക്കെ മാറ്റി വെക്കങ്ങനെ എന്റെ TRP എന്നെ പാന്റ് ഇടാൻ നോക്കി എന്നെ ട്രൗസർ ഇടിച്ചിരിച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ TRP. ഞാൻ ഷോർട്സ് ഇത് മതി. നീരജ് പറയാ ഞാൻ ഹാഫ് ഗ്രിൽഡ് ആണ്. ഇപ്പൊ നല്ല TRP ആയിരിക്കും. ഏതായാലും പറഞ്ഞല്ലേ, അയ്യോ ഈ ഷോ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലല്ലല്ലോ പോയത്. ഇത് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ അയ്യോ ഇത് എന്ത് വെബ് സീരീസ് ആയത്, അജു വർഗീസിന്റെ ബിറ്റ് ഉണ്ടോന്ന് ഇല്ല. ഓക്കെ ഗൈസ്, നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. വ്യതിചലിച്ചു. ഓ, വിഭജനം എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ അല്ലേ? വിഭജനമല്ല പറഞ്ഞത്, വ്യഭിചരിച്ചു പോകുന്നു. ഒരു മിനിറ്റ്, ഒരു ടച്ചപ്പ് വ്യഭിചരിച്ചു പോകണമെന്നാണോ പറഞ്ഞത്? വ്യഭിചരിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ എല്ലാവരും പറയുന്ന പോർഷൻ. വ്യഭിചരിച്ചു പോകുന്നു എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ട് അങ്ങനെ പേളി പോയി എന്ന് പറഞ്ഞു. പേളിയുടെ വ്യൂവർഷിപ്പിന് ഇതൊരു സീനായിരിക്കും. ഓക്കെ, സീനായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് റിയാക്ഷൻ ചാനലുകളും കുറച്ച് ട്രോളും സാധനങ്ങളൊക്കെ വന്നപ്പോഴാണ് ആളുകൾ കുറച്ചും കൂടിയും ഇത് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ ഫണ്ണായിട്ട് കണ്ടുപോകുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്കിത് പേഴ്സണലി ഫീൽ ആയത് കേട്ടോ ഫസ്റ്റ് കണ്ട സമയത്ത്. പിന്നെ ഇപ്പം ഇങ്ങനെ എന്നെപ്പോലുള്ള ചാനലുകളിൽ ഇരുത്തി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ആളുകൾ ഒന്നും കൂടി പോയി നോക്കിയിട്ട് വരുന്നതെന്നുള്ളത് ഒരു ഫീൽ എനിക്ക് വന്നു. കാരണം മെജോറിറ്റി കമൻറ്റ് ബോക്സിൽ പോയി നോക്കുന്ന സമയത്തൊന്നും ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ ബോധമായിട്ട് ഞാൻ കണ്ടില്ല. ഓക്കെ, ഓണസ്റ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വെച്ച പോലത്തെ 2, 3 അല്ലെങ്കിൽ 4, 5 കമൻറ്റുകൾ, അല്ലാത്ത ആരും ഇതിനെക്കുറിച്ച് അത്ര ബോധമല്ല. ഇനി അവരുടെ ചാനലിൽ ഒരു സാധനം വെക്കണോ വെക്കണ്ടേ എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു വെബ് സീരീസിന് ഒരു ക്യൂരിയോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അജു വർഗീസിൻ്റെ ബിറ്റ്, അജു വർഗീസിൻ്റെ കുളി സീന്, അജു വർഗീസിൻ്റെ ബാത്റൂമിൽ പോയിട്ടുള്ള ന്യൂഡ് സീന്, അജു വർഗീസിൻ്റെ മറ്റത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ
നീരജ് മാധവ് ഇട്ട് വന്ന ട്രൗസർ ഹാഫ് ഗ്രില്ല് ട്രൗസർ ഇട്ട് തന്നെ ഇരിക്കണം DRP എന്നൊക്കെ പറയുമ്പോൾ കൂട്ടത്തിൽ ഈ ഒരു വാക്കും കൂടി ഉപയോഗിച്ച് ഇൻറ്റൻഷനലി ഒരു സാധനം വെബ് സീരീസ് റിലേറ്റഡ് ആയിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ക്യൂരിയോസിറ്റി വളർത്താനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ളൊരു സംഗതി എനിക്കിതിനകത്തുനിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടപ്പോൾ ഇതിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വാണ്ടഡ്ലി ഒരു അറ്റംപ്റ്റാണ് നടത്തിയതെന്നുള്ളൊരു ഫീലിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഒരു ആസ് യൂഷ്വൽ പേളിയുടെ പാറ്റേണിലുള്ള ഒരു ലാംഗ്വേജ് പാറ്റേണോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സംഗതിയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് മോർ ഓഫ് ലൈക്ക് ഒഫൻഡഡ് ആയിട്ടൊരു സാധനം അതിനകത്ത് അവർക്ക് പരസ്പരം തോന്നുന്നില്ല. അവർ ഫണ്ണായിട്ടാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല പേഴ്സ്പെക്റ്റീവ് ആയിരിക്കാം. പലർക്കും ചിലപ്പോൾ പേളി മാണിയുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എന്താ ഈ കുട്ടി ഇങ്ങനെ പറയുന്നത് ഫീലുള്ളവരുണ്ടാവും, ഫണ്ണായിട്ട് എടുക്കുന്നവരുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് ഉറപ്പായി, എഡിറ്റേഴ്സ് എഡിറ്റ് കാരണം പള്ളിവാണി അത് പറഞ്ഞിട്ടാണ് നീച്ചു പോകാണ്ടായത്. ഇവർ രണ്ടുപേരും നീരജ് മാധവും അജു വർഗീസ് ആണെങ്കിൽ പോലും അവർ ആ പോർഷൻ കട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കണം മേ ബി കുറച്ച് കാഷ്വലായിട്ട്, അതൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് സംസാരിക്കണമെന്നല്ല, കുറച്ച് കാഷ്വലായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജിൽ സംസാരം അതിനിടയ്ക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ കട്ട് വന്നു. ഇത് കഴിഞ്ഞിട്ട് പേളി നീച്ചു പോയതിനു ശേഷം അജു വർഗീസിൻ്റെയും നീരജ് മാധവിൻ്റെയും പോർഷനിൽ അവിടെ കട്ട് വന്നു. പിന്നെ വരുന്നത് പേളി മാണി വന്നിരിക്കുന്ന സ്ഥലത്താണ്. സോ എനിക്ക് തോന്നുന്നു ഈ പോർഷൻ മേ ബി ഇത് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊരു ഹുക്ക് പോയിന്റ് ആവാനോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷൻ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ആയിരിക്കണം മേ ബി അത് ആ ഒരു പോർഷൻ അങ്ങനെ തന്നെ വെച്ച് പോയിട്ടുണ്ടാവുക. കാരണം ഇത് കഴിഞ്ഞ് റൈറ്റ് അവേ ഒരു കട്ട് വന്നിട്ടുണ്ട്. മേ ബി അതുകൊണ്ടും ആയിരിക്കാം. കാരണം പ്രൊമോഷനാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഹൗ ലൈക്ക് ഞാൻ ഇതിന് മുമ്പും പറയുന്നുണ്ട്, PR റൂൾസ്, PR എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാനും ഇതൊന്നും അറിയുന്നില്ല. കാരണം അവർക്ക് പല രീതിയിൽ പല പാറ്റേൺ പല കൈൻഡ് ഓഫ് ഗിമിക്കുകളാണ്. സോ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ സാധനത്തിനകത്ത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡിസ്കഷൻസ് ആവാം, ആളുകൾ സംസാരിക്കാം, അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോൾ അവർ ഇഗ്നോർ ചെയ്ത് വിട്ടതായിരിക്കാം. ചിലപ്പോൾ അത് ആ വഴിക്ക് കാഷ്വലായിട്ട് പോട്ടെ. അതായത് അങ്ങോട്ടൊരു ഇപ്പോൾ ഈ എന്താ പറയുക, ബോബി ചെമ്മണ്ണൂർ പറയുന്നത് പോലെ ഒരാളെ കുത്തി നോവിക്കാനോ ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തിയെ ഇല്ല ലൈക്ക് ഒന്നും അല്ലാത്ത രീതിയിലാക്കുന്ന പോലത്തെ ഡബിൾ മീനിങ് സാധനങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെയായിട്ട് എനിക്കിത് പേഴ്സണലി ഫീലായിട്ടില്ല. ഓക്കെ, എനിക്കിത് ആ പേളിമാണി അതിന് പറഞ്ഞു പോയപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പോയി, അങ്ങനെ ഒരു ഫീലേ ഉള്ളൂ അതിനകത്ത്. ഇപ്പോൾ ഇതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് പേളിമാണി ഷോ കാണുന്ന കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നോ അല്ലെങ്കിൽ പേളിമാണി ഇത് പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ ഇത് കുട്ടികളുടെ മുന്നിൽ അമ്മമാരെങ്ങനെ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിട്ടാണ് നിൽക്കുള്ളൂ. കാരണം അതിന് ഉത്തരം പറയേണ്ടത് ഇത് കാണുന്ന അമ്മമാരും കുട്ടികളൊക്കെ തന്നെയാണ്. ഇത് അമ്മമാരും കുട്ടികളൊന്നും എന്താ ആണുങ്ങൾക്ക് ഇതിനൊന്നും വരില്ലേ, ആണുങ്ങൾ കണ്ടത് വഴി തെറ്റില്ല എന്നൊരു ചോദ്യം കൂടി ചിലപ്പോൾ തിരിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥ. കാരണം പലയിടത്തും ഞാൻ കാണുന്നത് കുട്ടികളിത് കണ്ടാൽ വഴി തെറ്റില്ലേ, അമ്മമാരിത് കണ്ടാൽ വഴി തെറ്റാനുള്ളത് ഏത് കണ്ടാലും വഴി തെറ്റും. കുട്ടികൾക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു പേളിവാണിയുടെ വീഡിയോ അല്ല, സ്വന്തം വീട്ടിൽ അമ്മ അച്ഛനെ എടാന്നും അമ്മേനെ അച്ഛനെ എടിയെന്ന് വിളിച്ചത് മുതൽ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മുതൽ വീട്ടിലെ വർത്തമാനങ്ങൾ മുതലൊക്കെ കുട്ടികൾ ഗ്രാസ്പ് ചെയ്തെടുക്കും. ഓക്കെ, അതൊക്കെ ചിലപ്പോൾ പാരൻസിനോട് ചോദിക്കുകയും ചെയ്യും. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നും ഇല്ലെങ്കിൽ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതൊക്കെ പാരൻസ് ചെയ്യേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റിയും പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും പേളിമാണി ഷോ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഒരു സംഗതികൾ ഇതൊക്കെയാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇരുന്ന് കാണും ചെയ്യും. കാരണം പേളിയുടെ ചില സാധനങ്ങളൊക്കെ അന്യായ ഐറ്റമുകളാണ്. ഭയങ്കര രസമായിട്ട് ഇരുന്ന് നമുക്ക് ചില സാധനങ്ങൾ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഇത് ഈ പറഞ്ഞ പോലെ കുറേ അധികം ഡിസ്കസ് ചെയ്യാനുള്ളൊരു വിഷയമില്ല. ഇതൊക്കെ അതിപ്പോൾ ഈ സ്റ്റോറി ഇട്ട് മാത്രം ഇത് നിങ്ങളാരും കണ്ടില്ലടാ റിയാക്ഷൻ ചാനലെന്ന് ചോദിക്കാൻ മാത്രം എന്താ ഉള്ളതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയിരുന്നു. ബട്ട് സ്റ്റിൽ ഇതിൽ ഇമ്പോർട്ടൻസ് കാണുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ, പേളിമാണിയുടെ ഒരു ലെവൽ താന്നു എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ചിലത് ഞാൻ അങ്ങനെയാണ് കണ്ടത്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നവർ പിന്നെ ആ ചാനലിൽ പോകാതിരിക്കുക നല്ലതാണ് നല്ലത്.